വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഈശോമിശിഹായാൽ അനുഗ്രഹീതരായ ശാലോം പ്രേക്ഷകർക്ക് വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ഈ ശുശ്രൂഷ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു കൃപയായി മാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ വസിക്കുന്ന ദൈവം ഉജ്ജ്വലിക്കപ്പെടുവാൻ, ആ ദൈവത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ, ദൈവത്തിൻ്റെ കൽപ്പനകളെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ, ദൈവത്തോടുള്ള വിശ്വസ്തതയാൽ നാം ഓരോരുത്തരും ജ്വലിക്കുന്നതിന് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു പ്രവർത്തനമുണ്ടാകുവാൻ നമ്മളെ തന്നെ നമുക്ക് ഒരുക്കി പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ശാന്തമായിട്ട് നിരുന്ന് കണ്ണുകളടച്ച് വ്യക്തിപരമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വചനത്തിൽ അങ്ങ് ജീവിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വചനത്തിൻ്റെ അഗ്നി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകിയിറങ്ങി ഞങ്ങളിലുള്ള എല്ലാ അശുദ്ധിയും അവിശ്വസ്തതയും അവിടെ നീക്കിക്കളയണമേ. ദൈവത്തെ പോലെ വിശ്വസ്തരായി ചരിക്കുവാൻ, ജീവിതകാലം മുഴുവൻ അങ്ങയോട് വിശ്വസ്തരായിരിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗരാജ്യത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കുന്ന കർത്താവേ, സ്വർഗത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ചേർന്ന് വിശ്വസ്തയോടെ ജീവിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈ മണിക്കൂറിൽ പ്രഘോഷിക്കപ്പെടുന്ന വചനത്തിനനുസരിച്ച്, വചനത്തിൻ്റെ ശക്തിക്കനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധ അമ്മയെ ഞങ്ങളെ നയിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം നിയമാവർത്തന പുസ്തകത്തിലെ 9-ാം അധ്യായത്തിലെ ദൈവത്തിൻ്റെ വചനമാണ്. മനുഷ്യൻ അവിശ്വസ്തനായാലും വിശ്വസ്തനായിരിക്കുന്നു ദൈവം. ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവമായ കർത്താവ് അവർക്ക് പിതാക്കന്മാരിലൂടെ വാഗ്ദാനം ചെയ്ത തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തേക്ക് ആനയിക്കുന്ന വേളയിൽ
മോശയോട് ദൈവം പറയുന്ന വലിയ ഒരു രഹസ്യമുണ്ട്. ഈ ആവർത്തന പുസ്തകം 9-ാമത്തെ അധ്യായത്തിൽ 4 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കം ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ നീതി നിമിത്തമാണ് കർത്താവ് ഈ സ്ഥലം അവകാശമാക്കാൻ എന്നെ കൊണ്ടുവന്നതെന്ന് നിങ്ങൾ ഹൃദയത്തിൽ പറയരുത്. ഈ ജനതകളുടെ ദുഷ്ടത നിമിത്തമാണ് അവിടുന്ന് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത്. നിങ്ങളുടെ നീതിയോ ഹൃദയപരമാർത്ഥതയോ നിമിത്തമല്ല നിങ്ങൾ അവരുടെ രാജ്യം കൈവശമാക്കാൻ പോകുന്നത്. ആ ജനതകളുടെ ദുഷ്ടത നിമിത്തവും നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരോട് കർത്താവ് ചെയ്ത വാഗ്ദാനം നിറവേറ്റുന്നതിന് വേണ്ടിയുമാണ് അവരെ അവിടുന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവമായ കർത്താവ് അവിശ്വസ്തരായ ഇസ്രായേൽ ജനത്തെ കാനാൻ ദേശത്തേക്ക് നയിക്കുന്നതെന്നതിൻ്റെ കാരണമാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം 40 സംവത്സരങ്ങൾ തങ്ങളുടെ അവിശ്വസ്തത കൊണ്ട് മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിയേണ്ടി വന്നൊരു ജനമാണ്. ദൈവം എത്രയോ ക്ഷമാശീലനാണ് എന്ന് ആദ്യത്തെ പഞ്ചഗ്രന്ഥി പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും. എത്ര പറഞ്ഞിട്ടും എത്ര മുന്നറിയിപ്പുകളും താക്കീതുകളും കൊടുത്തിട്ടും പഠിക്കാത്തൊരു ജനം. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ അവിശ്വസ്തത കാണിച്ച് തിന്മയുടെ സ്വാധീനത്തിൽപ്പെട്ട് ഒത്തിരിയേറെ യാതനകൾ അനുഭവിക്കേണ്ടി വന്നൊരു ജനം. ഈ ജനത്തോട് മോശ വഴി കർത്താവ് അരുളി ചെയ്യുകയാണ്, നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ നീതി കൊണ്ടോ നിങ്ങളുടെ ഹൃദയപരമാർത്ഥത കൊണ്ടോ ആണ് നിങ്ങളെല്ലാം ഇപ്പോൾ കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. നോ, അങ്ങനെയല്ല. പിന്നെയോ 2 കാര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ഒന്ന്, നിങ്ങളെ കൊണ്ടുചെന്ന് പാർപ്പിക്കുന്ന ദേശത്തെ ജനങ്ങളുടെ ദുഷ്ടത നിമിത്തം ഞാൻ അവരെ നശിപ്പിക്കുവാൻ. അല്ലാണ്ട് അവർ നന്മ ചെയ്യുന്നവരായിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റൊരു ദേശം ഞാൻ ഒരുക്കുമായിരുന്നു. പക്ഷേ ഈ ദേശത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുപോകുന്നതിൻ്റെ കാരണം എന്താ? ആ ദേശത്തെ ജനതയുടെ ദുഷ്ടത നിമിത്തമാണ്. ഒന്നാമത്തെ കാരണം അതാണ്, അവിടെയുള്ളവരുടെ ദുഷ്ടത നിമിത്തം. 2, നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രാഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നിവരോട് ഞാൻ വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്, തേനും പാലും ഒഴുകുന്ന ഒരു ദേശം ഞാൻ നിങ്ങൾക്ക് തരുമെന്ന്. ഈ വാഗ്ദാനത്തിൽ ഞാൻ വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ള വിശ്വസ്തതയാണ് ഇതിലേക്ക് നയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പം ദൈവത്തോട് നാം വിശ്വസ്തരായിരുന്നില്ലെങ്കിൽ പോലും ദൈവം തൻ്റെ വാക്കിൽ വിശ്വസ്തനാണെന്ന സത്യമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് നമ്മളെ മറക്കാനാവില്ല. നമ്മൾ ദൈവത്തെ മറന്നാലും, നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ മറന്നാലും, ദൈവം നമുക്ക് തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ ദൈവത്തിന് മറക്കാനാവില്ല. അത്രമാത്രം വിശ്വസ്തനാണ് ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് നമ്മുടെ മലയാളി സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ വിവിധങ്ങളായ കാനാൻ ദേശങ്ങൾ സ്വപ്നം കണ്ട് ജീവിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളമെന്നാണ് എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഇന്ന് നമുക്കാർക്കും കേരളത്തിൽ നിൽക്കണ്ട. കേരളത്തിൽ നിന്ന് കാനാൻ ദേശങ്ങൾ തേടി യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഗൾഫ് രാജ്യങ്ങളിലേക്കുമൊക്കെ പോകാൻ സാഹചര്യം ഒരുങ്ങുന്ന വിധത്തിലുള്ള കോഴ്സുകൾക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മുൻഗണന കൊടുക്കുന്നത്. നമ്മൾ ശരിയാണ്, ദൈവം ഒത്തിരി നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ലോകത്തിൽ എവിടെ ചെന്നാലും അവിടെയെല്ലാം മലയാളികളുണ്ട്. പ്രത്യേകിച്ച് കത്തോലിക്കരായിട്ടുള്ള ആളുകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ മലയാളി കത്തോലിക്കർ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളും ഒക്കെ ഉണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായിട്ടുള്ളവർ. എന്തിനു വേണ്ടിയാണ്, അല്ലെ എന്തുകൊണ്ടാണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? ഈ വചനത്തിൽ വെളിച്ചത്തിൽ ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവിടെയുള്ള സഭകളുടെയൊക്കെ അവസ്ഥ വളരെ വേദനാജനകമാണ്, വിശ്വാസ തകർച്ചയാണ്. വാർദ്ധക്യ സഹജമായ അവസ്ഥയിലുള്ള 1-2 പേര് മാത്രമേ ദേവാലയങ്ങളിലുള്ളൂ. ചെറുപ്പക്കാരൊന്നുമില്ല. പ്രത്യേകിച്ച് യൂറോപ്പിനെ ഈ മോഡേണിസവും സെക്കുലറിസവും ഒക്കെ അങ്ങ് കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ
വിശ്വാസമില്ല, സഭാ കൂട്ടായ്മയില്ല, ധാർമ്മിക മൂല്യങ്ങളില്ല. എപ്പിക്യൂരിയൻ സിദ്ധാന്തം പോലെ തിന്നണം, കുടിക്കണം, ആഹ്ലാദിക്കണമെന്നുള്ള ചിന്തയിൽ ദൈവത്തെ മറന്ന് ദുഷ്ടതയിൽ ജീവിക്കുന്നൊരു തലമുറയാണ്. ഈ തലമുറയുടെ ദുഷ്ടത നിമിത്തമാണ് നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. എന്തിനാ? ആ ദുഷ്ടതയിൽ നിന്ന് അവരെ രക്ഷിക്കാനായിട്ട്. പക്ഷെ സംഭവിച്ചതെന്താ? ദുഷ്ടത നിമിത്തം യൂറോപ്യൻ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലുള്ള ക്രൈസ്തവ സഭകൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ തകർച്ചയ്ക്ക് സഭയെ ബലപ്പെടുത്തേണ്ടതിന് മാർത്തോമാ ശ്ലീഹായിലൂടെ വിശ്വാസം സ്വീകരിച്ച വിശ്വാസ പാരമ്പര്യമുള്ള നമ്മുടെ സമൂഹത്തെ ദൈവം അങ്ങോട്ട് എത്തിച്ചു, കാനാൻ ദേശം കൊടുത്തുകൊണ്ട്. നമ്മുടെ കാരണവന്മാർ കഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് ദൈവം കൊടുത്ത വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം. നിങ്ങളുടെ ഈ കഷ്ടതകൾക്കൊക്കെ ഒരു നാളിൽ ഒരു ശമനമുണ്ടാവും. കാടിനോടും കാട്ടുമൃഗങ്ങളോടും മണ്ണിനോടും മലമ്പനിയോടും മലമ്പാമ്പിനോടും ഒക്കെ മല്ലിട്ടുകൊണ്ട് കനകം വിളയിക്കാൻ അത്യധ്വാനം ചെയ്ത കാർഷിക പശ്ചാത്തലമുള്ള ഈ കൊച്ചു നാട്ടിൽ നിന്ന് ഇന്ന് ഈ നാട്ടിലേക്ക് യൂറോയും ഡോളറുമൊക്കെ ഒഴുകാൻ തക്ക വിധത്തിൽ ഇവിടുത്തെ തലമുറകളെ ദൈവം ശക്തമായി അനുഗ്രഹിച്ചെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവമായ കർത്താവ് മുൻ തലമുറയ്ക്ക് കൊടുത്ത അവരുടെ പ്രാർത്ഥനയ്ക്കും അവരുടെ പുണ്യത്തിനും കൊടുത്ത ഒരു വാഗ്ദാനമുണ്ട്. നിങ്ങളിലൂടെ നിങ്ങളുടെ സന്തതികൾ അനുഗ്രഹിക്കപ്പെടും. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവമായ കർത്താവ് അന്ന് ഇസ്രായേൽക്കാർക്ക് കൊടുത്തൊരു മുന്നറിയിപ്പുണ്ട്. നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ അനുകരിക്കരുത്. നിങ്ങൾ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തി കൊണ്ടും കൂടെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം, ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് നിങ്ങൾക്ക് അജ്ഞാതമായ അന്യദേവന്മാരുടെ പുറകെ പോയ ശാപം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിങ്ങളെ പ്രവേശിപ്പിക്കുമ്പോൾ ഗെരിസിം മലയിൽ അനുഗ്രഹവും ഏബാൽ മലയിൽ ശാപവും സ്ഥാപിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങളവിടെ നിങ്ങളുടെ ദൈവത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന യാതൊന്നിലേക്കും പോകരുത്. അവിടെയുള്ള ജനത്തിൻ്റെ ദുഷ്ടത നിമിത്തം അവർ നശിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങളും അതേ ദുഷ്ടത തന്നെ തുടരരുത് എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒത്തിരിയേറെ നന്മകൾ, ഭൗതികമായ നന്മകളും ആത്മീയ നന്മകളുമൊക്കെ നമ്മുടെ നാടിന് പ്രദാനം ചെയ്യാൻ ഈ കുടിയേറ്റങ്ങളും അതിനെ തുടർന്നുള്ള സാഹചര്യങ്ങളുമൊക്കെ കാരണമായിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിൽ നമ്മൾ കണ്ണു തുറന്ന് കാണേണ്ട മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. യൂറോപ്യൻ സംസ്കാരം ഇന്ന് കേരളത്തിലേക്ക് ഒരു തിരമാല അടിച്ചു കയറുന്ന പോലെ അടിച്ചു കയറിയപ്പോൾ അതിൻ്റെ അധപ്പതനങ്ങൾ, തകർച്ചകൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിവാഹമോചനം എന്നത് കേരളത്തിൽ ഒരു പഴങ്കഥയായിരുന്ന, കെട്ടുകേൾവി പോലുമില്ലാതിരുന്ന കാര്യമായിരുന്നെങ്കിൽ ഇന്ന് ഓരോ വർഷവും 400,000-ലധികം വിവാഹമോചന കേസുകൾ നമ്മുടെ കോടതികളിൽ വരുന്നുണ്ടെങ്കിൽ കുടുംബ തകർച്ച യൂറോപ്പിലും അമേരിക്കയിലും ഉണ്ടായത് കേരളത്തിലേക്കും വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് നന്മകൾ വരുന്നതോടൊപ്പം തിന്മകളെയും നമ്മൾ സ്വീകരിക്കുന്നു. നമ്മുടെ സംസ്കാരം മാറി. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഈ കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന 4 അഹങ്കാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത് പണത്തിൻ്റെ അഹങ്കാരം, 2 ജോലിയുടെ അഹങ്കാരം, 3 കുടുംബമഹിമയുടെ അഹങ്കാരം, 4 മക്കളെക്കുറിച്ചുള്ള അഹങ്കാരം. ഈ 4 അഹങ്കാരങ്ങൾ കുടുംബത്തെ തകർക്കുന്ന ക്യാൻസറാണെന്ന്. ഇതല്ലേ നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പണം ഒഴുകാൻ തുടങ്ങിയപ്പോൾ അത് അഹങ്കാരമായി, ദൈവത്തെ മറക്കാൻ കാരണമായി. ജോലി കിട്ടിയപ്പോൾ ദൈവത്തെ മറഞ്ഞ. കഴിഞ്ഞ ദിവസം വിദേശത്തു നിന്ന് അവധിക്ക് വന്ന ഒരു സഹോദരനെ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫോൺ ചെയ്തു. അപ്പോൾ അച്ഛനോട് സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ
സഹോദരി എൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് കാണുന്നയാളാണ്, എനിക്ക് ആ സഹോദരനെ പരിചയമുണ്ട്. അപ്പോൾ ഈ സഹോദരി അവിടെ നിന്ന് ഫോണിലൂടെ എന്നോട് പറഞ്ഞു, അച്ഛാ എൻ്റെ ഭർത്താവിന് വേണ്ടി അച്ഛനൊന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം, പറ്റുമെങ്കിൽ തലേ കഴിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ വിളിച്ചു, എന്താ പ്രാർത്ഥന നിയോഗം? വേറൊന്നുമല്ല അച്ഛാ, ഞായറാഴ്ച പള്ളി പോകാൻ വേണ്ടിയുള്ള കൃപ കിട്ടണം. ആ സഹോദരി 4 ദിവസത്തെ തപസ് ധ്യാനം കഴിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷേ ഞായറാഴ്ച പള്ളിയിൽ പോകുന്നില്ല. തുടർന്നുള്ള സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഇവക്കൊക്കെ വിവരമുണ്ടോ, ഞായറാഴ്ച ജോലിക്ക് പോയാൽ ഡബിളാ സാലറി. പണത്തിൻ്റെ അഹങ്കാരത്തിന് വേണ്ടി, വെട്ടിപ്പിടിക്കാൻ വേണ്ടി ദൈവത്തെ മറന്ന് കർത്താവ് സീനാമലയിൽ മോശയുടെ കയ്യിൽ കൽപ്പലകളിൽ എഴുതിക്കൊടുത്ത ദൈവത്തിൻ്റെ കൽപ്പനയാണ് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്നത്. ഞായറാഴ്ചകൾ ഡ്യൂട്ടിക്ക് പോയാൽ ഇരട്ടി ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞ് പോകുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർക്കണം, നിങ്ങളുടെ നീതി നിമിത്തമല്ല നിങ്ങളെ അവിടെ എത്തിച്ചിരിക്കുന്നത്. ആ ജനത്തിൻ്റെ ദുഷ്ടത നിമിത്തവും നിങ്ങളുടെ കാരണവന്മാരോട് ചെയ്ത വാഗ്ദാനം അനുസരിച്ചാണ്. ഇനി നിങ്ങളുടെ ദുഷ്ടത നിമിത്തം നിങ്ങളെ അവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ ദൈവം കരമുയർത്താനിടയാക്കരുത്. ശ്രദ്ധ വേണം. ആ ജനത്തോട് ചെയ്തതുപോലെ നിങ്ങളോടും ചെയ്യാൻ ഇടയാകരുത്. പണത്തിൻ്റെ ആ അഹങ്കാരം, ജോലിയുടെ അഹങ്കാരം, കുടുംബമഹിമയുടെ അഹങ്കാരം, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. കുടുംബത്തെക്കുറിച്ച്, വലിയ കുടുംബമഹിമയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കുടുംബങ്ങളൊക്കെ ഇന്ന് അന്യാധീനം വന്നു പോകുന്ന അവസ്ഥകൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും പട്ടണങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. മക്കളെ, എൻ്റെ മകൻ എൻ്റെ മകൾ മറ്റുള്ളവരെ പോലെ അല്ല എന്ന് പറഞ്ഞ് അഹങ്കാര ചിന്തയോടെ വളർത്തുമ്പോൾ അവരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പോലും എൻ്റെ കൊച്ചിനെ കൊള്ളത്തില്ല, അവരൊക്കെ നികൃഷ്ടരാണ് എന്ന് പറഞ്ഞ് മക്കളെ ഏതോ ഒരു ബിംബം പോലെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കൾക്കൊക്കെ മക്കൾ വളർന്നു കഴിഞ്ഞപ്പോൾ പണി തിരിച്ചു കിട്ടിയിട്ടുണ്ട്. എളിമയോടെ വളരുവാൻ കഴിയണം. നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഈ വലിപ്പത്തിനനുസരിച്ചൊരു എളിമയിലേക്ക്, യേശുവിൻ്റെ ജീവിത ശൈലിയിലേക്ക് വളരാൻ നമുക്ക് കഴിയണം. ലാളിത്യത്തിൻ്റെ മനോഭാവത്തിലേക്ക്. ഇന്ന് മലയാളിയെ അഹങ്കാരം പിടിച്ചിരിക്കുകയാണ്. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ ദുർബലപ്പെട്ടൊരു മനസ്സുള്ളവനായി മലയാളി മാറിക്കൊണ്ടിരിക്കുന്നു. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുന്നു. പാവപ്പെട്ടവൻ്റെ കണ്ണീർ കാണാൻ നിവൃത്തിയില്ലാത്തവനായി കോടികളുടെ കൊട്ടാരങ്ങൾ പണിതുയർത്തുന്ന ആ കൊട്ടാരങ്ങളൊക്കെ പൂട്ടിയിട്ട് അവിടെ ചിലന്തിക്ക് കൂടുകൂട്ടാൻ അവസരം കൊടുത്ത് വിദേശങ്ങളിൽ ചേക്കേറുന്ന മലയാളി ഓർക്കണം, എൻ്റെ എളിയ സഹോദരങ്ങളിൽ ഒരുവന് നിങ്ങൾ ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് എന്ന സ്വരം നീ കേൾക്കേണ്ടി വരും. പുറത്തെ അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുന്ന അവസ്ഥ വരും. ദാനമായി നിനക്ക് ലഭിച്ചു, ദാനമായി തന്നെ കൊടുക്കണം. ബൈബിൾ എപ്പോഴും സമ്പന്നന് അല്ലെങ്കിൽ സമ്പത്ത് കൂട്ടിവെക്കുന്നവന് ദുരിതമെന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണ്. എപ്പോഴാണ് ഒരുവൻ സമ്പന്നനായി മാറുന്നത്? അവൻ്റെ സ്വത്ത് അവനിലേക്ക് തന്നെ കുന്നുകൂടുമ്പോഴാണ്. ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് പങ്കുവയ്ക്കലാണ്. എന്നിലേക്ക് തന്നെ കുമിഞ്ഞുകൂടാതെ സഹോദരങ്ങളിലേക്ക് പങ്കുവയ്ക്കപ്പെടുന്നൊരവസ്ഥയിലേക്ക് എൻ്റെ ജീവിതം മാറണം. അവിടെ ഞാൻ ദരിദ്രനാകും. സക്കേവൂസിനെ പോലെ ഇല്ലാത്തവനുമായി ഉള്ളത് പങ്കുവയ്ക്കണം. ബൈബിളിൽ പറയുന്നില്ലേ, സമ്പന്നൻ സ്വർഗരാജ്യത്തെ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കുന്നതാണ്. ദൈവം വിശ്വസ്തനായതുകൊണ്ട് നീ ദൈവത്തോട് അവിശ്വസ്തത കാണിക്കരുത്. വീണ്ടും അധാർമിക സമ്പത്ത് കൊണ്ട് നീ സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുക. അവ നിങ്ങളെ കൈവെടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. അധാർമിക സമ്പത്ത് കൈവെടിയാതെ നിന്നെ നിത്യകൂടാരത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല. അത് കൈവെടിയണം ഈ ലോകത്ത് വെച്ച് തന്നെ. അത് നീ മനസ്സറിഞ്ഞ് കൊടുക്കുന്നില്ലെങ്കിൽ നിന്നെ കൊണ്ട് കൊടുപ്പിക്കാനാണ്, അത് കൈവെടിയാനാണ് ആശുപത്രികൾ ഉയർന്നു വരുന്നത്.
ഒരു പാവപ്പെട്ട കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ വിവാഹത്തിനോ വേണ്ടി ഒരു 10,000 രൂപ കൊടുക്കാൻ മടിയുള്ളവന് ഒരു ദിവസം വെന്റിലേറ്ററിൽ കിടക്കാൻ 1.5 ലക്ഷം കൊടുക്കുന്നതിന് ഒരു മടിയില്ലല്ലോ. ദൈവത്തിൻ്റെ ശക്തമായ കരം പ്രവർത്തിക്കും. പാവപ്പെട്ടവൻ്റെ വീട് നനഞ്ഞൊലിക്കുമ്പോൾ അതിനൊരു ഷീറ്റ് വാങ്ങിച്ചിടാൻ ഒരു 50,000 രൂപ കൊടുക്കാൻ ചോദിച്ചാൽ അതിന് നിവൃത്തിയില്ലാത്തവന് 50 ലക്ഷത്തിൻ്റെ ഫർണിച്ചർ വാങ്ങിച്ചിടാൻ ഓടി നടക്കുമ്പോൾ എത്രയോ ദയനീയമാണ് ഇന്നത്തെ അവസ്ഥ. പാവപ്പെട്ടവൻ്റെ കുഞ്ഞ് സ്കൂളിലേക്ക് നടന്നു പോകാൻ ദൂരമുള്ളത് കൊണ്ട് ഒരു 5,000 രൂപയുടെ സൈക്കിൾ വാങ്ങിച്ചാൽ അവന് സ്കൂളിൽ പോകാം, അല്ലെങ്കിൽ പത്രം ഇടാനായിട്ട് പോയാൽ അതിൻ്റെ വരുമാനം കൊണ്ട് അവൻ ജീവിക്കും. അതിനുള്ളൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാൻ 5 ലക്ഷം രൂപ മുടക്കാനും മടിയുള്ളവനെ 25 ലക്ഷത്തിൻ്റെ വണ്ടി വാങ്ങിച്ച് അത് വല്ലപ്പോഴുമൊക്കെ അവധിക്ക് വരുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി വീടിൻ്റെ കാർ പോർച്ചിൽ കാഴ്ചവസ്തുവായി പ്രദർശിപ്പിച്ചു വെക്കാൻ മടിയില്ലാത്തൊരവസ്ഥ വരുന്നു. അഹങ്കരിക്കരുത്. നീ വിചാരിക്കരുത് നിന്റെ നീതി കൊണ്ടോ നിന്റെ ഹൃദയ പരമാർത്ഥത കൊണ്ടോ ആണ് ദൈവം നിന്നെ ഉയർത്തിയത് എന്ന്. താവിൻ്റെ വചനം പറയുന്നു, നീ ചെന്നെത്തിയ ദേശത്തെ ജനത്തിൻ്റെ ദുഷ്ടത നിമിത്തമാണ്, നിന്റെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാന നിമിത്തമാണ്. ഓർമ്മിക്കുക, നിന്റെ തലമുറകളോട് ദൈവം അനുഗ്രഹത്തിൻ്റെ വാഗ്ദാനം കൊടുക്കണമെങ്കിൽ നീ ഇന്ന് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവനാകണം. ദൈവത്തിൻ്റെ മഹത്വം ഈ ഭൂമിയിൽ നിഴൽവരിക്കുവാൻ തക്കവിധമുള്ള അഭിഷേകത്തിനൊരു ജീവിതമാകണം നിൻ്റേത്. എത്രയോ കുടുംബങ്ങളാണ് ഇന്ന് ദാമ്പത്യ അവിശ്വസ്തതയുടെ ബന്ധനത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. എത്രയോ യുവാക്കന്മാരാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഞ്ഞുകുടിക്കാൻ നിവൃത്തിയില്ലാത്ത കുടുംബത്തിലേക്ക്, ആ കുടുംബത്തിലെ ആരെങ്കിലുമൊക്കെ ബന്ധുക്കൾ വിദേശത്ത് നിന്ന് അവധിക്ക് വന്നാൽ സമ്മാനമായി അവിടുത്തെ കൗമാരക്കാരായ മക്കളുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് നല്ല ഒന്നാന്തരം സ്മാർട്ട് ഫോണോ ഐഫോണോ ഒക്കെയാണ്. ഈ ഫോൺ മതി ആ കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കാൻ, ആ തലമുറയെ നശിപ്പിക്കാൻ. ഡോളറും യൂറോയുമായിട്ട് വന്നിറങ്ങുന്നവർ പോകാൻ നേരത്ത് മക്കളുടെ കസിൻ സഹോദരങ്ങളുടെ മക്കളുടെ കയ്യിലല്ലേ, കസിൻ്റെ മക്കളുടെ കയ്യിലൊക്കെ മടക്കി കൊടുക്കുന്ന 2,000-ൻ്റെയും 5,000-ൻ്റെയും ഒക്കെ നോട്ടുകളും മതി ആ കുഞ്ഞുങ്ങൾക്കിവിടെ നശിക്കാൻ. അധ്വാനിച്ച് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ചിരുന്നൊരു തലമുറ ഇവിടെ അന്യം നിന്ന് പോവുകയാണ്. അവധിക്കാലമായാൽ കുട്ടികൾ എങ്ങനെ സമയം മുന്നോട്ട് നീക്കണമെന്നറിയാതെ വിഷമിക്കുകയാണ്. കുറേ പേരൊക്കെ കളികളിൽ ആശ്രയിക്കും, ഭൂരിപക്ഷവും മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും ടി വിയിലും ആശ്രയിക്കും. ജീവനില്ലാത്ത വസ്തുക്കളോടുള്ള സ്നേഹബന്ധത്തിലാണ്. വീടുകളിൽ ജോലിയില്ല, അധ്വാനിക്കാൻ അവസരമില്ല. കാരണം വിദേശ രാജ്യങ്ങളിൽ പോയി പാവപ്പെട്ട കുടുംബാംഗങ്ങൾ അധ്വാനിക്കുന്നുണ്ട്. ആ പാവങ്ങൾ ഭക്ഷണം പോലും കഴിക്കാതെ, പള്ളിയിൽ പോലും പോകാതെ, പ്രാർത്ഥന പോലും ഇല്ലാതെ അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ ഓഹരി ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ സുഖലോലുപതയിൽ അലസരായി ജീവിച്ച് ഈ തലമുറ നശിക്കരുത്. പ്രിയപ്പെട്ടവരെ, നിനക്ക് ദൈവം സമ്പത്ത് തന്നു എന്ന് വിചാരിച്ച് ആ സമ്പത്ത് മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി നീ ഉപയോഗിക്കരുത്. അവരെ പടുത്തുയർത്താൻ, അവർക്ക് നന്മ ചെയ്യാൻ, അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടാകാൻ കൊടുക്കുക. അല്ലാതെ അവരെയും സുഖലോലുപതയിലേക്കും മദ്യത്തിൻ്റെയും മറ്റ് ആസക്തിയുടെയും പിടിയിലേക്കും വിടാൻ വിട്ടുകൊടുക്കാതിരിക്കുക. ദൈവത്തിന് മുമ്പിൽ എളിമയോടെ വ്യാപരിക്കാം. സ്നേഹത്തിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി നമുക്ക് മാറാം. നമ്മുടെ ആരുടെയും മികവല്ല, ദൈവത്തിൻ്റെ കരുണയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവഭയത്തോടെ മുന്നോട്ട് പോകാം. ഈ വചനത്തിൻ്റെ കൃപയ്ക്കായി, ഈ അഭിഷേകത്തിനായി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ
സ്നേഹത്തെ. താവായിശോയെ, അങ്ങ് ഞങ്ങളോട് എത്രയോ വിശ്വസ്തയോടെയാണ് ഞങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനത്തിനനുസരിച്ച് അങ്ങ് പ്രവർത്തിക്കുന്നു. താവേ, ഞങ്ങളുടെ ദുഷ്ടത നിമിത്തം അങ്ങ് നശിപ്പിക്കാനിടയാകുന്ന വിധത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങൾ നശിക്കാനിടയാകരുതേ. കർത്താവേ, കാനാൻ ദേശത്തെ ജനത്തെ അവിടെ നിന്ന് നീക്കി ഇസ്രായേലിനായി നീ കാനാൻ ദേശം തുറന്നു കൊടുത്തത് ആ ജനത്തിൻ്റെ ദുഷ്ടത നിമിത്തമാണ്. കർത്താവേ, ഞങ്ങൾക്കും അങ്ങ് അനേകം കാനാൻ ദേശങ്ങൾ തുറന്നു തരുന്നുണ്ട്. ആ ജനത്തിൻ്റെ ദുഷ്ടതയാണ് ആയിരിക്കാം ഒരുപക്ഷെ ഞങ്ങളെ അങ്ങോട്ട് ആ ദുഷ്ടതയ്ക്ക് പകരം നന്മ ചെയ്യാനായിട്ടാണ് ആനയിക്കുന്നത്. പക്ഷേ കർത്താവേ, ഞങ്ങളിൽ നിന്നും അതേ ദുഷ്ടത ആവർത്തിക്കപ്പെടുമ്പോൾ, അതേ തിന്മയുടെ സ്വാധീനം ഞങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, കർത്താവേ, ആ ജനത്തോട് ചെയ്ത പോലെ ഞങ്ങളെയും അവിടുന്ന് വീണ്ടും പരദേശികളാക്കി മാറ്റരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ഉയർത്തിത്തരുന്നു. ഇരു കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. അബ്രാഹത്തിന്റെ ദൈവമേ, ഇസ്ഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ, അവരോട് ചെയ്ത വാഗ്ദാനത്തിൽ വിശ്വസ്തനായ ദൈവമേ, ഞങ്ങളുടെ കാരണവന്മാരോട് ചെയ്ത വാഗ്ദാനത്തിൽ വിശ്വസ്തനായ ദൈവമേ, അങ്ങയോട് വിശ്വസ്തരായി ജീവിച്ച് അങ്ങയുടെ വാഗ്ദാനം പ്രാപിക്കുവാൻ ഞങ്ങളെയും അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെ ദുഷ്ടതയ്ക്ക് വിട്ടുകൊടുക്കരുതേ. ഞങ്ങളിൽ കടന്നുകൂടിയിട്ടുള്ള സുഖലോലപതയുടെ, മദ്യാസക്തിയുടെ, ജീവിത വ്യഗ്രതയുടെ, ഞങ്ങളുടെ തലമുറകളെ നശിപ്പിക്കുന്ന ആഡംബര ഭ്രമത്തിൻ്റെ, പണത്തോടും ഉള്ള ആസക്തിയുടെ, പണത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ, ജോലിയുടെ അഹങ്കാരത്തിൻ്റെ, കുടുംബ മഹിമയുടെ അഹങ്കാരത്തിൻ്റെ, മക്കളെക്കുറിച്ചുള്ള അഹങ്കാരത്തിൻ്റെ എല്ലാ ദുർഭൂതങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ തകർത്തെറിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബങ്ങളിൽ, തലമുറകളിൽ അത്ഭുത അഭിഷേകമായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട്, യേശുവിൻ്റെ കുരിശിനാൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ. ആരാധന, 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 ആരാധന. നമ്മുടെ നാഥൻ ഒലിവമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ